ഗുഡ് മോർണിംഗ്. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു പകുതി ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉപ്പാന്റെ ഓർഡർ കിട്ടിയതാണ് വണ്ടി കഴുകാൻ. അപ്പൊ നേരെ വണ്ടി കഴുകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടി കഴുകാനായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതാണ് എന്റെ വീട്ടിലെ കിളിക്കൂട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് കാണിച്ചെന്നുള്ളൂ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതിനെ കുറച്ചെണ്ണത്തിന് എടുത്തിട്ട് വിറ്റുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇതിലേക്ക് മീനും വെള്ളമൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ എന്തോ സംഭവിച്ചു. അപ്പൊ ഏതായാലും നമുക്ക് വണ്ടി കഴുകണമെങ്കിൽ തന്നെ തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ വണ്ടി കഴുകാൻ നമ്മൾ തുടങ്ങിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു. ഇത് എന്താണ് എവിടുന്നാണെന്നുള്ളതൊന്നും ചോദിക്കണ്ട കേട്ടോ. നാട്ടിലത്തെ കടയിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതൊന്നുമില്ല, പക്ഷേ പെയിൻറ്റിന് ഡാമേജ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇങ്ങനെ തുടച്ച് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുണി ഇങ്ങോട്ട് ചോദിക്കല്ലേ, ഇതൊക്കെ നാട്ടിൽ നിന്ന് ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ വണ്ടീനെ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് നമ്മൾ ഉഷാറാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് വാപ്പ എല്ലാ കത്തി ഇങ്ങനെ മൂർച്ചം കൂട്ടണത് കണ്ടിട്ടോ. അപ്പോൾ അതിന് ഒരു കത്തിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, ഈ കാടും മടലൊക്കെ ഒന്നും വെട്ടിക്കൂടുക, എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കാനുള്ള ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നിലാണല്ലോ. അങ്ങനെ ഞാനും വാപ്പിയും 2 പപ്പായ മരം കൂടി ഉണ്ടായിനി, അതും കൂടി ഉണ്ട് വെട്ടിയിട്ട്. വെറുതെ അല്ല, അതിന് കറുത്തുണ്ടായിനി. അപ്പോൾ എടുക്കാൻ വേണ്ടിയാണ് ഞാനും വാപ്പിയും കൂടെ ആ രണ്ടാണ്ട് മറിച്ചിട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മുള്ളൻ ചക്ക ഇങ്ങനെ നോക്കി നിൽക്കണതുണ്ട്. അപ്പോൾ നമ്മളൊരു തോട്ടി എടുത്തിട്ട് അതിനെയും കൂടെ കണ്ട് പറിച്ചെടുത്തിട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ പെരീത്തെ റംബൂട്ടാൻ്റെ തൈ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുന്നപ്പോഴാണ് കിളിക്ക് തീറ്റ കൊടുക്കാനുള്ളതായിട്ട് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കിളിൻ്റെ കൂട്ട് കയറിയിട്ട് അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴാണ് നമ്മളെ സ്ഥലത്ത് ബെൽറ്റ് ആർക്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ കുറച്ച് തേങ്ങയും ചക്കൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ സ്ഥലം